നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം അങ്ങനെ സമൂഹത്തിലെ ഉന്നതനും മാന്യനുമായിട്ടുള്ള അല്ലെങ്കിൽ മാന്യന്മാരാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ചിലർക്ക് നേരെ ഇപ്പോഴത്തെ കേസ് ശക്തമാക്കിയിരിക്കുകയാണ്. മുകേഷ് MLA ആണ് അതിലൊന്നാമൻ. മുകേഷ് MLA, ജയസൂര്യ, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, മറ്റ് 2 ടെക്നീഷ്യന്മാർ തുടങ്ങിയവർക്കെതിരെയാണ് ഇപ്പോഴത്തെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കൊച്ചിയിലെ നടി നൽകിയ ലൈംഗിക പീഡന പരാതിയിലാണ് മുകേഷ് MLAക്കെതിരെ പോലീസ് കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കൊച്ചി മരട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അമ്മയിൽ അംഗത്വവും ചാൻസും വാഗ്ദാനം ചെയ്ത് നടിയെ പീഡിപ്പിച്ചു എന്നാണ് പരാതി. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ഉയർത്തിക്കൊണ്ട് KK രമ MLA ഉള്ളവർ അടക്കം രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. മുകേഷിന് പുറമെ ജയസൂര്യ, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു എന്നിവർക്കെതിരെയും 2 പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കെതിരെയും ലോയേഴ്സ് കോൺഗ്രസ് നേതാവ് ചന്ദ്രശേഖരനെതിരെയും നടി പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ ജയസൂര്യക്കെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസ് എടുത്തിട്ടുള്ളത്. മുകേഷ് MLA, ഇടവേള ബാബു, മണിയമ്പിള്ള രാജു, കോൺഗ്രസ് നേതാവ് എന്നിവരും കാസ്റ്റിംഗ് ഡയറക്ടർ വിച്ചു, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൻ എന്നിവർക്കെതിരെയും കൊച്ചിയിൽ കേസ് രജിസ്റ്റർ ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നടിയോട് ലൈംഗിക അതിക്രമം കാട്ടിയെന്ന പരാതിയിൽ നടൻ ജയസൂര്യക്കെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെയാണ് ശുചിമുറിയുടെ സമീപത്ത് വെച്ച് കടന്നുപിടിച്ച് ലൈംഗികമായി അതിക്രമം നടത്തിയത് എന്നും IPC 384, 384A, 509 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ലൈംഗിക അതിക്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയിരിക്കുന്നത്. നടിയുടെ ലൈംഗിക അതിക്രമ പരാതിയിൽ നടൻ ജയസൂര്യക്കെതിരെ കേസ് വരുമ്പോൾ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസായിരിക്കും ആദ്യം അന്വേഷിക്കുക. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ വെച്ചുള്ള സിനിമാ ചിത്രീകരണത്തിനിടയിലാണ് ഇത്തരം സംഭവ വികാസങ്ങൾ നടന്നിരിക്കുന്നത്. പക്ഷേ ഇതുവരെയും ഒരു പോസ്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകരുടെ മുന്നിലെത്തിയോ അല്ലെങ്കിൽ വാർത്താ സമ്മേളനം വെച്ചോ ഒന്നും തന്നെ ഇതുവരെയും ജയസൂര്യ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നാണ് ഏറ്റവും വ്യക്തമായ കാര്യം. മറ്റുള്ളവരെല്ലാവരും തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയെങ്കിലും മുകേഷ് അടക്കമുള്ളവർ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ജയസൂര്യ പക്ഷേ ഇതുവരെയും പ്രതികരണം നടത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം. എന്തായാലും ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. എന്തായിരിക്കും സംഭവിക്കുക എന്ന് കണ്ടറിയാം.